ഒരു ദൈവദാസനായിരുന്നു എപ്പഫ്രാദിത്തോസ് എന്നുള്ളത്. അത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരോട് പറയുവാൻ ഇടയായിത്തീർന്നു. ഈ ക്യാമ്പിൻ്റെ വിഷയം എന്താണ്, തീം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക എന്നുള്ളത്. അതിനെ സംബന്ധിച്ച് ഇന്നലെ 4 സെക്ഷനിലൂടെ അനുഗ്രഹീത ക്ലാസ്സിലൂടെ വളരെ ആഴമായ നിലയിൽ ആ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചു. ഞാൻ ആ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച സമയത്ത് ഈ എപ്പഫ്രാദിത്തോസിനോടുള്ള ബന്ധത്തിലുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു വന്നപ്പോൾ ഈ എപ്പഫ്രാദിത്തോസ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ദൈവദാസനെ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക എന്നുള്ള പ്രമേയത്തോട് ചേർത്ത് ബന്ധിക്കുകയാണെങ്കിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അദ്ദേഹത്തെ ഒരു തികഞ്ഞവനായി തീർക്കുന്നതിനിടയായി തീർന്ന സംഭവങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വരുവാനിടയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇന്നലെ നാം പഠിച്ച ആ വിഷയത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് അതിനൊരു ഉദാഹരണം നാം ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ എപ്പഫ്രാദിത്തോസ് അതിശക്തമായ ഒരു ഉദാഹരണമായിട്ട് ക്രിസ്തുവിൽ തികഞ്ഞവനായി എങ്ങനെ നിർത്തുവാൻ കഴിഞ്ഞു, എങ്ങനെ നിർത്തുവാൻ ഇടയായി എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വളരെ വിശാലമായ നിലയിൽ നാം ദൈവവചനത്തിൽ അദ്ദേഹത്തെ കുറിച്ച് കാണുന്നില്ല. പ്രത്യേക ഫിലിപ്പിയ ലേഖനത്തിൽ 2 വേദഭാഗത്ത് മാത്രമേ തന്നെ കുറിച്ചുള്ള പരാമർശമുള്ളൂ. ചരിത്ര ലേഖനത്തിലൂടെ കടന്നുപോയാലും അധികമായി ഈ ദൈവമനുഷ്യനെ കുറിച്ച് നമുക്ക് കണ്ടെത്തുവാനായിട്ട് അധികമായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ചില കാര്യങ്ങളൊക്കെ ചരിത്ര ലേഖനയിലൂടെയും നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത്. ഇന്നത്തെ ഈ എപ്പഫ്രാദിത്തോസ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ദൈവദാസനെ കുറിച്ചുള്ള നമ്മുടെ പഠനത്തിന് ആധാരമായിട്ടുള്ളത് ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ 2 വേദഭാഗങ്ങളാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങളിലും, അതുപോലെ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലുമാണ്. ഈ വേദഭാഗങ്ങൾ നമുക്ക് പിന്നീട് ആ വിഷയത്തോട് ബന്ധപ്പെട്ട് വരുമ്പോൾ വായിച്ചാൽ മാത്രം മതി. ആ വേദഭാഗം മാത്രമാണ്, മറ്റ് യാതൊരു വേദഭാഗങ്ങളിലേക്കും നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ടുള്ള സമയം ഇല്ല. അതുകൊണ്ട് ആ വിഷയങ്ങളിലൂടെ മാത്രമേ നാം ഇന്ന് ഇദ്ദേഹത്തെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ എപ്പഫ്രാദിത്തോസ് എന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ പേര് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരികയാണ്. എപ്പഫ്രാദിത്തോസ് വളരെ അപൂർവമായി കേട്ടിട്ടുള്ള ഒരു പേരാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പേരൊരു അതിന്റെ ഒറിജിൻ, അതിന്റെ ആരംഭം എന്ന് പറയുന്ന ഒരു പാഗൻ വേർഡാണ്. എന്ന് പറഞ്ഞാൽ യവനന്മാരുടെ ഇടയിലുള്ള സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ദേവതയായ, അവരുടെ സാങ്കല്പിക ദേവതയായിരിക്കുന്ന അഫ്രോഡിറ്റിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പേരാണ്. എന്ന് പറഞ്ഞാൽ എപ്പഫ്രാദിത്തോസ് എന്ന് പറയുമ്പോൾ 2 നിലയിലാണ് അതിന്റെ ആശയം വരുന്നത്. ഒന്നെങ്കിൽ അല്ലെങ്കിൽ അഫ്രോഡിറ്റിനായിട്ട് സമർപ്പിക്കപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിലും, അല്ലെങ്കിൽ അഫ്രോഡിറ്റിന്റെ അവകാശി എന്നുള്ള നിലയിലുമാണ് ഈ 2 അർത്ഥങ്ങൾ വരുന്നത്. അപ്പൊ ഇതിനെ ചുരുക്കിക്കൊണ്ട് വേദപണ്ഡിതന്മാർ ആ പേരിന് അർത്ഥം സങ്കല്പിച്ച് അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതിനിങ്ങനെ ചാർമിങ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ സൗന്ദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി യവനന്മാരുടെയുള്ള സാങ്കല്പിക ദേവതയായിരിക്കുന്ന അഫ്രോഡിറ്റിന്റെ ആ പേരോട് ചേർത്ത് ചാർമിങ് അഥവാ മനം കവരുന്നവൻ എന്നാണ് ഒരു ചുരുക്കപ്പേര് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. ഇതാണ് അദ്ദേഹത്തിന്റെ പേരിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എപ്പഫ്രാദിത്തോസ് എന്ന് പറയുന്ന യവനനായിരിക്കുന്ന ഈ മനുഷ്യൻ ഒരു യവന ദേവതയുടെ നാമധേയത്തിൽ, അല്ലെങ്കിൽ ആ ദേവതയ്ക്ക്, അഫ്രോഡിറ്റ് എന്ന് പറയുന്ന ദേവതയ്ക്ക് അവകാശപ്പെട്ടവൻ എന്ന അർത്ഥത്തോടു കൂടി എപ്പഫ്രാദിത്തോസ് ക്രിസ്തുവിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം സമൂലമായ ഒരു പരിവർത്തനത്തിന്, മാറ്റത്തിന് വിധേയമായി തീർന്നപ്പോൾ
ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം ഞാൻ അർത്ഥമായിട്ട് പറഞ്ഞതുപോലെ മനം കവരുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തെ നാം ഇപ്പോൾ മനസ്സിലാക്കിയാണെങ്കിൽ താനിപ്പോൾ ക്രിസ്തുവിലായതുകൊണ്ട് അനേകരുടെ മനം കവരുന്നവനായി തീർന്നു എന്നുള്ളതാണ്. അത് തീർന്നു എന്ന് മാത്രമല്ല, ഇന്നും നമ്മെ പോലെയുള്ള അനേകരുടെ മനസ്സ് അദ്ദേഹം എപ്പോഴും കവർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് നൽകുന്ന ആശയം നാം ഇന്ന് ധാരാളം കേട്ടിട്ടുള്ളത് പോലെ അനേകരുടെ പേര് പോലെ അല്ല, മറിച്ച് ആ പേരിന്റെ അർത്ഥം വാസ്തവത്തിൽ മനം കവരുന്നവരായിട്ട് ഇന്നും അത് തുടരുക. ആ യവന സംസ്കാരത്തിലുള്ള ആശയത്തിലല്ല, മറിച്ച് അത് ക്രിസ്തുവിലായിരുന്നപ്പോൾ ഒരു പുതിയ മനുഷ്യൻ എന്നുള്ള നിലയിൽ തന്റെ സ്വഭാവത്തിന്റെ മാറ്റം കൊണ്ട്, വ്യതിയാനം കൊണ്ട്, കേവലം പേരിലല്ല മറിച്ച് സ്വഭാവം കൊണ്ട് അദ്ദേഹം മനം കവരുന്നവനായി മാറിയിരിക്കുന്നു എന്നുള്ളത് എത്ര അനുകൂലമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ പലപ്പോഴും നമ്മുടെയൊക്കെ പേരിന്റെ അർത്ഥം ജീവിതത്തിൽ അന്വർത്ഥമാകുവാനായിട്ട് കഴിയാതെ പരാജയപ്പെട്ടു പോകുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നമുക്ക് ഒരു വലിയ മാതൃകയും വെല്ലുവിളിയും ഉയർത്തുന്ന ഒരു ദൈവദാസനാണ് ഈ എപ്പഫ്രാദിത്തോസ്. പേരെന്തുമാകട്ടെ, പേരേതുമാകട്ടെ, അത് വിഷയമല്ല, മറിച്ച് എപ്പഫ്രാദിത്തോസ് നമ്മോട് പറയുന്നത് എന്റെ പേര് ഒരു യവനദേവതയുടെ പേരിൽ നിന്ന് ഉത്ഭവിച്ചതാണെങ്കിൽ അതിനപ്പുറമായിട്ട് ക്രിസ്തുവിനായപ്പോൾ തന്റെ സ്വഭാവം കൊണ്ട് മനം കവരുന്നവരായിരുന്നു. ഇവളവരെ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് അതിലൂടെ നമ്മോട് പറയുന്ന സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ പേരുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അർത്ഥം നൽകുവാൻ കഴിയുന്നില്ല എങ്കിൽ തന്നെയും നമ്മുടെ സ്വഭാവം കൊണ്ട്, ക്രിസ്തുവിനായ ഒരു വ്യക്തിയുടെ സ്വഭാവം കൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിന് അർത്ഥതലങ്ങൾ കണ്ടെത്തുവാൻ ഇടയാകും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാതൃകയും വെല്ലുവിളിയും ഈ എപ്പഫ്രാദിത്തോസ് ഇവിടെ ഉയർത്തുക. ഇനി രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ സ്ഥലം സഭയെ കുറിച്ച് നാം അറിയണം. അദ്ദേഹത്തിന്റെ അസംബ്ലിയെ കുറിച്ച് നാം മനസ്സിലാക്കണം. നമുക്കറിയാം, ഈ ഫിലിപ്പിയ ലേഖനം നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഫിലിപ്പിയ സഭയിൽപ്പെട്ട ഒരാളാണ് എന്നുള്ളത് അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ തന്റെ രണ്ടാം മിഷണറി യാത്രയിൽ താൻ ആദ്യമായി യൂറോപ്പിൽ കടന്നു ചെന്ന് നമ്മുടെ സുവിശേഷം അറിയിച്ചതിന്റെ പരമായി രൂപപ്പെട്ട ഒരു സ്ഥലം സഭയാണ് ഫിലിപ്പിയിലെ സഭ എന്ന് പറയുന്നത്. അപ്പോൾ യൂറോപ്പിലെ ആദ്യത്തെ സ്ഥലം സഭ. അപ്പോൾ ആ സഭയിൽ നമുക്കറിയാം പിന്നീടായിരിക്കാം എന്ന് ഏത് കാലത്ത് എപ്പഫ്രാദിത്തോസ് മുന്നോട്ട് വന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ആ സഭയിൽ താൻ പിന്നീട് പൗലോസ് അവിടെ ശുശ്രൂഷിച്ച് മടങ്ങിയതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ വിശ്വാസത്തിലേക്ക് വരുവാനിടയായത്. എന്ത് തന്നെയായാലും ഇദ്ദേഹത്തിന്റെ സമർപ്പണവും അദ്ദേഹത്തിന്റെ വിശ്വസ്തതയും കണ്ട ദൈവസഭ ഇപ്പോൾ ഇദ്ദേഹത്തെ വലിയൊരു ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിച്ചിരിക്കുക. എന്താണ് ആ ശുശ്രൂഷ? റോമൻ കാരാഗൃഹത്തിൽ കിടക്കുന്ന പൗലോസിന് സഭ ഒരു സാമ്പത്തിക കൂട്ടായ്മ കളക്ട് ചെയ്തു. അവരൊരു സാമ്പത്തിക കൂട്ടായ്മ സ്വരൂപിച്ചു. അപ്പോൾ ഇത് റോമൻ കാരാഗൃഹത്തിൽ കിടക്കുന്ന പൗലോസിന്റെ കയ്യിൽ കൊണ്ട് ചെന്നെത്തിക്കണം. അതിനുവേണ്ടി ഈ എപ്പഫ്രാദിത്തോസിനെ ഫിലിപ്പിയിലെ സഭ നിയോഗിക്കുക. ഒരു കാര്യം നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഫിലിപ്പിയിൽ നിന്ന് 700 മൈൽ ദൂരെയാണ് റോമ എന്ന് പറയുന്നത്. 700 മൈൽ ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം 2 മാസത്തെ കപ്പൽ യാത്ര ഈ ഫിലിപ്പിയിൽ നിന്ന് റോമിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഈ വലിയ ദൗത്യം ഏൽപ്പിക്കുവാനായിട്ട് ദൈവസഭ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ താൻ എത്രമാത്രം വിശ്വസ്തനും അതുപോലെ തന്നെ താൻ എത്രമാത്രം സമർപ്പണമുള്ളവനുമായിരുന്നു എന്നുള്ളത് നമുക്കതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ എപ്പഫ്രാദിത്തോസ് അവിടെ റോമിൽ വന്ന് പൗലോസിനെ കാണുകയും പൗലോസിന് കൂട്ടായ്മ കൈമാറുകയും ചെയ്തു. എന്നാൽ അവിടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, റോമൻ കാരാഗൃഹത്തിൽ അഥവാ വീട്ടുതടങ്കലിലാണ് പൗലോസ് ആയിരിക്കുന്നത്. തനിക്ക് സുവിശേഷം അറിയിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ തന്നെ തനിക്ക് അകമ്പടി പട്ടാളത്തിന്റെ കാവൽ ഉണ്ട് എങ്കിൽ തന്നെയും ചില സ്വാതന്ത്ര്യങ്ങൾ തനിക്ക് അനുവദിച്ചു കിട്ടിയിരുന്നു. അപ്പോൾ ഈ വീട്ടുതടങ്കലിൽ പാർപ്പിക്കപ്പെട്ട പൗലോസിന് തനിക്ക് ഒരു സഹായിയായി തന്നെ ശുശ്രൂഷിക്കുവാൻ ഒരു ആൾ ആവശ്യമാണെന്ന് ബോധ്യം വന്ന എപ്പഫ്രാദിത്തോസ് താൻ ചെയ്ത കാര്യം തന്നെ സഭ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്കപ്പുറമായി പൗലോസിന്റെ ഇപ്പോഴുള്ള അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് താൻ അവിടെ ചില കാലങ്ങൾ തുടരുകയാണ് ഈ ദൈവദാസനെ ശുശ്രൂഷിക്കുക.
അദ്ദേഹത്തിന്റെ സമർപ്പണത്തിന്റെ ആഴം നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. പൗലോസിനെ ശുശ്രൂഷിക്കുവാൻ നമ്മളോട് വായിക്കുന്നത് താൻ എത്രത്തോളമാണ് ശുശ്രൂഷിച്ചു എന്ന് രേഖപ്പെടുത്തുന്ന ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് താൻ മരണത്തോളം എന്ന് പറഞ്ഞാൽ അതിഭയാനകരമായ ഒരു രോഗം പിടിപെട്ടവനായി ആ സാഹചര്യത്തിൽ താൻ മാറ്റപ്പെട്ടു. എന്നാൽ ദൈവം അവിടെ തനിക്ക് സൗഖ്യം കൊടുക്കുകയും അവിടുന്ന് താൻ പൗലോസ് തന്നെ ഫിലിപ്പിയിലേക്ക് ഈ ലേഖനവുമായിട്ട് പറഞ്ഞേക്കുകയും ചെയ്യുക. അതാണ് അതിന്റെ ആ സാഹചര്യം നാം കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭ ഈ ദൈവദാസനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ എപ്പഫ്രാദിത്തോസ് എന്ന് പറയുന്ന സമർപ്പണമുള്ള വിശ്വസ്തനായിരിക്കുന്ന ദൈവദാസനെ അനന്യവരുന്നവനായിട്ടിരിക്കുന്ന ഈ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിന് അങ്ങനെ നാം ചിന്തിച്ചതുപോലെ എങ്ങനെയാണ് ഒരുത്തരെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കുവാൻ സാധിക്കുന്നത്? അതിന്റെ മുൻപിൽ അനുഗ്രഹീതമായ ഒരു ദൈവസഭയ്ക്ക് പങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും ഒരു വ്യക്തിക്ക് സ്വയമേ തന്റെ കഴിവുകളിൽ നിന്ന് ഒരിക്കലും ഉയർന്നു വരുവാനായിട്ട് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ തികഞ്ഞവനായി തീരുവാൻ സാധിക്കില്ല. മറിച്ച് അവന്റെ പിന്നിൽ ശക്തമായ ഒരു ദൈവസഭയുടെ കരങ്ങളുണ്ടെങ്കിൽ ആ വ്യക്തിത്വത്തെ അനുഗ്രഹീതനായ ഒരു ദൈവദാസനായി രൂപപ്പെടുത്തിയെടുക്കുവാനിടയാകും എന്നുള്ളതാണ്. ഇവിടുത്തെ പ്രശ്നം ഈ കാലഘട്ടത്തിൽ നാം കാണുന്നത് ദൈവദാസന്മാരെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഇവിടുത്തെ ദൈവസഭകൾ സഭകൾ പരാജയപ്പെട്ടു പോകുന്നു. അതൊരു വാസ്തവമായ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എപ്പഫ്രാദിത്തോസിനെ രൂപപ്പെടുത്തുന്നതിന് ഫിലിപ്പിയിലെ സഭ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയായി തന്റെ പിൻപിൽ നിന്നിരുന്നു എന്നുള്ളതാണ്. ഇവിടെ സഭകളോടുള്ള ബന്ധത്തിൽ ശക്തമായ സന്ദേശം അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഇന്ന് നമ്മൾ കാണുന്നത് പണത്തിന്റെയും സ്വാധീനത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് കാണുന്നത്. അതിന് മാറ്റം ഉണ്ടാകണം. പണത്തിന്റെയോ സ്വാധീനത്തിന്റെയോ അടിസ്ഥാനത്തിലാകരുത്. മറിച്ച് ദൈവം കഴിവുകൾ കൊടുത്ത അതിനുവേണ്ടി സമർപ്പണമുള്ള അതിനുവേണ്ടി വിശ്വസ്തരായ ദൈവദാസന്മാരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവസഭയുടെ കടമ എന്ന് പറയുന്നത്. ഇന്നത്തെ സാഹചര്യം വളരെ ഭയാനകരമായ ഒരവസ്ഥയിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സാഹചര്യത്തെ മറികടക്കുവാനായിട്ട് ഈ ബൈബിൾ ക്യാമ്പിൽ സംബന്ധിക്കുന്ന നമ്മോടുള്ള ദൈവത്തിന്റെ നിർദ്ദേശം എന്ന് പറയുന്നത് ദൈവം ചൂണ്ടിക്കാണിക്കുന്നവരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നവരെ മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഉത്തരവാദിത്വമാണ്. അല്ലാതെ ആളുടെ സ്വാധീനം കൊണ്ടോ പണത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മാനദണ്ഡമോ ആകരുത് എന്നുള്ളത് അവിടെ ദൈവത്തിന്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും ആലോചന പറയുകയാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് അദ്ദേഹത്തിന്റെ പേര് നാം മനസ്സിലാക്കി അവസാനം നാം കണ്ടത് അദ്ദേഹം മനം കവരുന്നവനായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെ? തന്റെ സ്വഭാവം കൊണ്ട് മനം കവരുന്നവനായി മാറ്റപ്പെട്ട വ്യക്തിത്വം. രണ്ടാമതെന്ന് ചിന്തിച്ച അദ്ദേഹത്തിന്റെ സഭയാണ് ഫിലിപ്പിയിലെ സഭ. ഈ ദൈവദാസനെ ദൈവകരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി പിൻബലമായി നിന്ന അനുഗ്രഹീതമായ ഒരു ദൈവസഭ എന്നുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം ഇദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ the context of the passage says about എപ്പഫ്രാദിത്തോസ്. എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് പരാമർശിക്കുന്ന വേദഭാഗത്തിന്റെ വിഷയ പശ്ചാത്തലം കൂടി നാം മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഏത് സാഹചര്യത്തിലാണ് ദൈവാത്മാവ് ഈ വാക്കുകൾ കുറിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കറിയാം ഫിലിപ്പിയൻ ലേഖനം 2-ാം അധ്യായമാണെന്ന് നാം ആദ്യം തന്നെ ചിന്തിക്കുവാനിടയായി. ഫിലിപ്പിയൻ ലേഖനം 2-ാം അധ്യായം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കർത്താവിന്റെ ആ മനുഷ്യത്വത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ അവൻ സർവശക്തനായ ദൈവം മനുഷ്യരെ അവതരിച്ചതിനെ സംബന്ധിച്ചൊക്കെ അതിശക്തമായി അവതരിപ്പിക്കുന്ന വേദഭാഗമാണ്. 2-ാം അധ്യായത്തിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് കർത്താവിന്റെ താഴ്ചയുടെയും വിധേയത്വത്തിന്റെയും അവന്റെ കീഴടങ്ങലിന്റെയും ആ മനോഭാവത്തെ വെളിപ്പെടുത്തുന്ന ഒരു അധ്യായമാണ്. ക്രൈസ്റ്റ് ഈസ് ദ പാറ്റേൺ ഓഫ് മൈ ക്രിസ്ത്യൻ ലൈഫ് എന്നുള്ള അടിസ്ഥാനത്തിൽ നാം അതിനെ കാണുമ്പോൾ ക്രിസ്തുവിന്റെ താഴ്ചയുടെയും വിധേയത്വത്തിന്റെയും അഥവാ സബ്മിസീവായി ഒരു കീഴടങ്ങലിന്റെ മനോഭാവം അതാണ് ഈ 2-ാം അധ്യായത്തിൽ പ്രകടമാക്കുന്നത്. അപ്പൊ അത് പറഞ്ഞിട്ട് അതിന് ചില ഉദാഹരണങ്ങൾ ചില വ്യക്തിത്വങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതാണ് നാം അവിടെ തുടർന്നുള്ള വേദഭാഗങ്ങളിൽ കാണുന്നത്.
യേശുക്രിസ്തുവിന്റെ താഴ്ചയുടെ മനോഭാവത്തേക്ക് സബ്മിസീവ് മൈൻഡിനെ കുറിച്ച് പരാമർശിച്ചിട്ട് അതുപോലെയുള്ള ഒരു മനസ്സ് ദൈവമക്കൾക്കുണ്ടാകണമെന്ന് പറഞ്ഞിട്ട് അതിന് ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഒന്നാമത് പൗലോസിനെ കുറിച്ചാണ്. 2-ാം അധ്യായത്തിന്റെ 12 മുതൽ 18 വരെയുള്ള വേദഭാഗത്ത് പൗലോസിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. രണ്ടാമത് തിമോഥെയോസിനെ കുറിച്ചാണ് വായിക്കുന്നത്. 2-ാം അധ്യായത്തിന്റെ 19 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങൾ. മൂന്നാമത് പരാമർശിക്കുന്നത് എപ്പഫ്രാദിത്തോസിനെ കുറിച്ചാണ്. 25 തൊട്ട് 30 വരെയുള്ള വേദഭാഗം. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ മനോഭാവം എല്ലാവർക്കും ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് അതിന് ചില ഉദാഹരണങ്ങളെ ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ പൗലോസിനെ കുറിച്ച് പറയുന്നു, തിമോഥെയോസിനെ കുറിച്ച് പറയുന്നു. ഇപ്പോൾ ഇത് എപ്പഫ്രാദിത്തോസിനെ വരച്ചു കാണിക്കുക എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ ആ മനസ്സിന് അനുകൂലമായ അനുരൂപമായ അല്ലെങ്കിൽ അതിന് യോഗ്യമായ നിലയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുവാനുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഈ ദൈവദാസൻ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് ഈ വേദഭാഗത്ത് പരാമർശിക്കുമ്പോൾ തന്നെ കുറിച്ച് പറയുന്ന വിഷയത്തിന്റെ ഗൗരവമാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ 3 കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേരിനെ സംബന്ധിച്ചാണ്. മനം കവരുന്നവൻ എന്നുള്ള പേരോടുകൂടിയവർ തന്റെ സ്വഭാവം കൊണ്ട് അനേകരുടെ മനസ്സ് കവരുന്നവനായി മാറ്റപ്പെട്ടു. രണ്ടാമത് കണ്ടത് അദ്ദേഹത്തിന്റെ സഭയെ കുറിച്ചാണ്. ഫിലിപ്പീനെ സഭ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലം സഭ. രണ്ട് പിൻപിൽ അണിനിരുന്നുകൊണ്ട് ഈ ദൈവദാസനെ ശക്തമായ ശുശ്രൂഷയ്ക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലം സഭ എന്നുള്ള നിലയിൽ. മൂന്നാമത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തെ കുറിച്ച് പരാമർശിക്കുന്ന വേദഭാഗത്തിന്റെ വിഷയപശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആ താഴ്ചയുടെ അനുഭവത്തെ കുറിച്ച് വിശദീകരിക്കുന്ന വേദഭാഗത്തോട് ചേർന്ന് അതിന്റെ മാനുഷികമായ ഉദാഹരണമായി അദ്ദേഹത്തെ പരാമർശിക്കുമ്പോൾ ഈ വ്യക്തിത്വം അസാധാരണമായ ജീവിതത്തിന്റെ മാതൃകയുള്ള മനുഷ്യനാണ്. മാറ്റി നിർത്തുവാൻ കഴിയാത്തവണ്ണം നാം ഓരോരുത്തരും മാതൃകയാക്കുവാനും പിൻപറ്റുവാനും കൊള്ളാവുന്ന അസാധാരണമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്നുള്ളതാണ്. ഇനി 4ാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ കുറിച്ച് ദൈവാത്മാവ് പരാമർശിച്ചിരിക്കുന്ന ആ വിഷയത്തെ കുറിച്ച് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ചുള്ളതാണ്. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സാമ്പിൾ ഓഫ് എപ്പഫ്രാദിത്തോസ് ഫോർ ദ ക്രൈസ്റ്റ് മൈൻഡ്. ക്രിസ്തുവിന് അനുഗുണമായ അനുരൂപമായ സ്വഭാവത്തിന് ആ സ്വഭാവമുള്ള മനസ്സുള്ള ഒരു മനുഷ്യനായി എപ്പഫ്രാദിത്തോസിനെ പറയുമ്പോൾ അദ്ദേഹത്തില് കാണുന്ന ചില പ്രത്യേകതകളാണ് ഇവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് നമ്മുടെ പ്രധാനമായ ചിന്താ വിഷയം എന്ന് പറയുന്നത്. എത്രയും പറഞ്ഞത് ഈ എപ്പഫ്രാദിത്തോസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ആഴമായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ അതൊന്ന് പതിയണമെങ്കിൽ ഇദ്ദേഹത്തെ കുറിച്ച് കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹത്തെ ആഴമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുവാൻ ഇടയായത്. ഏതാണ്ട് 7ഓളം കാര്യങ്ങൾ ഓരോരോ വാക്യത്തിൽ ദൈവാത്മാവ് അക്കമിട്ട് നിരത്തുന്നുണ്ട്. അതിലൂടെ നാം വളരെ വേഗം പോവുകയാണ്. നമ്മെ സഹായിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എപ്പഫ്രാദിത്തോസിന് അദ്ദേഹത്തെ ദൈവാത്മാവ് ഒരു ക്രിസ്തുവിന്റെ താഴ്ചയുടെ മനസ്സിന് ഉടമയായ നിലയിൽ ഒരു വ്യക്തമായ ഒരു ദൃഷ്ടാന്തമായിട്ട് മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ചില കാരണങ്ങൾ എന്താണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1ാമത്തെ കാര്യം 26ാമത്തെ വാക്യം വായിക്കാം. അവൻ നിങ്ങളെല്ലാവരെയും കാണുവാൻ ബാധിച്ചു. താൻ ഭീരനായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടു. എന്നാൽ എന്റെ സഹോദരനും കൂട്ടുകാരക്കാരനുമായ സഹോദരനും നിങ്ങളുടെ ദൂതനും എന്റെ ബുദ്ധിമുട്ടിന്റെ ശുശ്രൂഷകനുമായ എപ്പഫ്രാദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. അവിടെ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് ഈ എപ്പഫ്രാദിത്തോസ് എന്ന് പറയുന്ന മനുഷ്യൻ ആരാണ് എന്നുള്ളത്. 5 കാര്യങ്ങളാണ് അവിടെ എടുത്ത് പറയുന്നത്. ഞാൻ അതധികം വിശദീകരിക്കുവാനായിട്ട് സാധ്യതയില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. എന്നാൽ ആ കാര്യങ്ങളൊന്ന് വളരെ വേഗം ഒന്ന് പറഞ്ഞു കൊടുക്കുക. 5 കാര്യങ്ങളാണ്. ഒന്നാമത് പറയാണ് എന്റെ സഹോദരൻ. ഇതാരാ പറയുന്നത്? മഹാനായ മിഷണറിയായ പൗലോസ്. ആരെന്താ പറയുന്നത്? ഈ ഫിലിപ്പിയ സഭയിൽ നിന്നൊരു കൂട്ടായ്മ കൊടുത്ത് പറഞ്ഞയച്ച
ഈ ഫിലിപ്പിയിലെ സഭയിൽ പോലും അത്രമാത്രം ശുശ്രൂഷകളിൽ ഒന്നും മുൻപന്തിയിൽ നിൽക്കാത്ത മനുഷ്യൻ. തിമോഥെയോസും ശീലാസും അല്ലെ മറ്റ് തന്റെ കൂടെ സന്നദ്ധ സഹചാരികളായി പോയ മറ്റുള്ള ദൈവദാസന്മാരെ പോലെ അത്ര ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പൗലോസ് പറയുകയാണ്, ഏതാനും ചില നാളുകൾ തന്നോടുകൂടെ ഇദ്ദേഹം താമസിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസിന് ഒരു കാര്യം മനസ്സിലായി. യവനനായ ഈ എപ്പഫ്രാദിത്തോസിനെ നോക്കിക്കൊണ്ട് യഹൂദനായിരുന്ന പൗലോസ് പറയുകയാണ്, എന്റെ സഹോദരൻ. ഞങ്ങളെ വിശദീകരിക്കുന്നില്ല, പ്രിയമുള്ളവർ മനസ്സിലാക്കണം. അവിടെ പൗലോസ് എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ ഈ ദൈവദാസനെ നോക്കി എന്റെ സഹോദരൻ എന്ന് പറയണമെങ്കിൽ അദ്ദേഹം എത്രമാത്രം തന്നോട് ചേർന്ന് ശുശ്രൂഷയിൽ പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ്. രണ്ടാമത് അവിടെ നമ്മൾ വായിച്ച കാര്യം എന്ന് പറയുന്നത് കൂട്ടുവേലക്കാരൻ എന്നുള്ളതാണ്. പൗലോസ് പറയുകയാണ് കൂട്ടുവേലക്കാരൻ എന്ന് പറയുമ്പോൾ ഈ വീട്ടുതടങ്ങളിൽ കിടക്കുന്ന പൗലോസിന് സുവിശേഷം അറിയിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ തന്നോട് ചേർന്ന് സുവിശേഷ വേലയിൽ വളരെ ആ വീട്ടുതടങ്ങളുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടും വളരെ പ്രയോജനപ്പെട്ട ദൈവദാസൻ. അതുകൊണ്ടാണ് പറയുന്നത് എന്റെ കൂട്ടുവേലക്കാരൻ. ഇതിന്റെ മൂലഭാഷയുടെ പ്രയോഗം എടുത്ത് നമ്മൾ വിശദമായി ചിന്തിച്ചാൽ വളരെ ആശയങ്ങളും ആഴമായ അർത്ഥത്തിലേക്കും നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഇല്ലല്ലോ. അപ്പൊ പൗലോസ് പറയുകയാണ്, എന്റെ കൂട്ടുവേലക്കാരൻ. തന്നോട് തന്നെ ചേർത്ത് നിർത്തി. ഏതാനും ചില നാളുകൾ മാത്രമേ എപ്പഫ്രാദിത്തോസ് പൗലോസിനോട് കൂടി ശുശ്രൂഷയുള്ളൂ. പക്ഷെ താൻ ഒരിക്കലും നീ ഇന്നലെ വന്നവനല്ലേ, അതുകൊണ്ട് മാറി നിൽക്ക് എന്നല്ല പറയുന്നത്. മറിച്ച് തന്നെ ചേർത്ത് നിർത്തിയിട്ട് പറയുകയാണ്, നീണ്ട നാളുകൾ ദീർഘദൂരം അനേക മൈലുകൾ സുവിശേഷത്തിന് വേണ്ടി സഞ്ചരിച്ച ഈ ഭക്തനായ മഹാനായ പൗലോസ് ഈ ഏതാനും ദിവസങ്ങൾ മാത്രം ഈ വേദിയിൽ പങ്കാളിത്തമുണ്ടായിരുന്ന അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ട് പറയുകയാണ്, എന്റെ കൂട്ടുവേലക്കാരൻ. വളരെ വളരെ ആഴമായ അർത്ഥം നമുക്കതിൽ നിന്ന് ഉൾക്കൊള്ളുവാനായിട്ട്. ഉദാഹരണം പറയുന്ന കാര്യമാണ് വായിച്ചു, സഹപഠൻ എന്നുള്ളതാണ്. സഹപഠൻ എന്നോടുകൂടെ സുവിശേഷണത്തിന്റെ രണാങ്കണത്തിൽ പോരാടിയ ഞാൻ ക്യാപ്റ്റന് വിവൻ കേവലം ഒരു സോൾജിയറെന്നല്ല പറയുക, മറിച്ച് സഹപഠൻ ഒരേ ലെവലിൽ ഒരുമിച്ച് പോരാടിയ പൗലോസിന്റെ ദീർഘവീക്ഷണം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് പോലെ തന്നെ അങ്ങനെ ഇദ്ദേഹത്തെ കുറിച്ച് പറയണമെങ്കിൽ തന്റെ ശുശ്രൂഷകൾ എത്ര ശക്തമായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇതേപോലെ നാം എത്രമാത്രം ചെയ്തു എന്നുള്ളതിനല്ല പ്രസക്തി, എത്ര കാലം ചെയ്തു എന്നുള്ളതിനല്ല പ്രസക്തി, മറിച്ച് നാം എത്ര ആത്മാർത്ഥതയോടെ ചെയ്തു എന്നുള്ളതിനാണ് ദൈവമുമ്പാകെ പ്രസക്തമായിട്ടിരിക്കുന്നത്. നാം ചെയ്തത് എത്രമാത്രം ആത്മാർത്ഥതയോടെ ചെയ്തു എന്നതാണ് ഇവിടെ നീണ്ട കാലങ്ങളിൽ നേരത്തെ പറയാൻ. പക്ഷേ തന്റെ ശുശ്രൂഷയോടുള്ള ആ സമർപ്പണവും ആത്മാർത്ഥതയും ഈ വാക്കുകളിൽ പ്രകടമാണ്. നാലാമത് നമ്മൾ കാണുന്നത് നിങ്ങളുടെ ദൂതൻ, യുവർ മെസ്സഞ്ചർ, നിങ്ങളുടെ ദൂതൻ എന്ന് പറഞ്ഞാൽ ഫിലിപ്പിനെ കുറിച്ചുള്ള ആ നല്ല വാർത്തകൾ ഈ ദൈവദാസൻ അറിയിച്ചതാണ്. അപ്പോൾ തന്നെ പൗലോസിന് ഫിലിപ്പിനോടുള്ള ആ കാര്യങ്ങൾ പറയുവാനും ഇവിടെ ഈ ദൈവദാസൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. എത്ര ശക്തമായ നിലപാടും അതിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്താ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂട്ടു സഹോദരന്മാരെ കുറിച്ച് നല്ലത് പറയുവാനായിട്ടുണ്ടെങ്കിലും പറയുവാൻ മനസ്സില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ ക്രൈസ്തവ ലോകം പോകുമ്പോൾ കൂട്ടു സഹോദരനെ കുറിച്ച് ഇല്ലാത്തത് പറയുവാൻ 3 നാളുള്ള കാലഘട്ടത്തിൽ ഇവിടെ എപ്പഫ്രാദിത്തോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഫിലിപ്പിനെ കുറിച്ച് പൗലോസിനോട് പറഞ്ഞ വാക്കുകൾ കേട്ട് ഇതിന്റെ ആദ്യ ഭാഗം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അവരെ കുറിച്ച് എത്രമാത്രം സന്തോഷിക്കുന്നു എന്ന്. രണ്ടാമത്തെ കാര്യം, പൗലോസിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഫിലിപ്പിയിൽ പോയി താൻ പറയുകയാണ്. എങ്ങനെയാണെങ്കിൽ പൗലോസ് പറയുകയാണ്, ഇവർ നിങ്ങളുടെ ദൂതൻ എന്ന് പറയുമ്പോൾ ആ വാക്കുകളിൽ വളരെ ആഴമായ ആശയങ്ങളുണ്ട് എന്നത്. അഞ്ചാമത് പറയുന്ന കാര്യമെന്ന് പറയുന്നത് എന്നെ ശുശ്രൂഷിച്ചവൻ എന്നുള്ളതാണ്. എന്റെ ആവശ്യങ്ങളിൽ എന്നെ ശുശ്രൂഷിച്ച ആൾ എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. അവനൊരു സർവന്റ് എന്നുള്ള നിലയിലാണ്, അല്ലെങ്കിൽ മിനിസ്റ്റർ എന്നുള്ള നിലയിലാണ്, മിനിസ്റ്റർ ഓഫ് മൈ നീഡ്സ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
എൻ്റെ ആവശ്യങ്ങൾ. അതുപോലെ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിനെ സംബന്ധിച്ച് അന്ന് വാർദ്ധക്യം അദ്ദേഹത്തെ വല്ലാതെ പിടിപെട്ടിട്ടുണ്ട്. മാത്രമല്ല സുവിശേഷ നിമിത്തം തന്നെ ഈ അലച്ചില് ശാരീരികമായ ഒത്തിരി ബലഹീനതയ്ക്ക് കാരണമാക്കിയിട്ടുണ്ട്. പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ താൻ തന്നെ പറയുന്നുണ്ട്, എനിക്കൊരു ശൂലം കർത്താവ് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പലവിധമായ പ്രതിസന്ധിയിൽ അകപ്പെട്ട മനുഷ്യൻ, ശാരീരികമായി വളരെ കഷ്ടപ്പെടുന്ന ഈ ദൈവദാസൻ, അദ്ദേഹത്തിന്റെ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹം സഭ കൊടുത്തുവിട്ട കൂട്ടായ്മ, സാമ്പത്തിക കൂട്ടായ്മ കൈമാറിയിട്ട് തിരിച്ചു പോകാൻ വന്ന വ്യക്തിയാണ്. പക്ഷെ പൗലോസിന്റെ സാഹചര്യം കണ്ടപ്പോ അദ്ദേഹത്തിന് തന്നെ ഇട്ടിട്ട് പോകാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നോട് ചേർന്നവിടെ തന്നെ ശുശ്രൂഷിക്കുവാനായിട്ട് നിർത്തിയ ഇവിടെ നമുക്ക് ദൈവത്മാവ് നമ്മോട് സംസാരിക്കുന്ന പാഠം എന്ന് പറയുന്നത്, നമ്മുടെ സാഹചര്യങ്ങൾ നമ്മെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ, ചില കാര്യങ്ങൾ സാഹചര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, ആട്ടെ നാളെയാകട്ടെ പിന്നെയാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അദ്ദേഹത്തിന് ചിലപ്പോൾ തന്റെ ഭവനത്തിൽ അനേക ആവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നിരിക്കെ, പക്ഷേ ഈ ദൈവദാസനെ ശുശ്രൂഷിക്കുന്നതാണ് ഇപ്പോൾ എന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രഥമവും പ്രാധാന്യമുള്ള കാര്യമെന്ന് മനസ്സിലാക്കിയ പൗലോസിനോട് ചേർന്ന് ആ റോമൻ കാരാഗ്രഹത്തിന്റെ സാഹചര്യത്തിൽ സമയം ചെലവഴിക്കുവാൻ തയ്യാറാക്കിയ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വളരെ നിസ്സാരമായ കാര്യങ്ങളും കാരണങ്ങളും പറഞ്ഞ് പലതിൽ നിന്ന് മാറി നിൽക്കുവാൻ മെമ്പർ കൊള്ളുന്ന ആളുകള്. എന്തുകൊണ്ടാണ് ഇന്നുമായി ക്യാമ്പിന്റെ ഇത്ര അനുഗ്രഹിതമായ നിലയിൽ ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടും എന്തുകൊണ്ടാണ് ആളുകളുടെ എണ്ണം കുറയുന്നത്? താല്പര്യമില്ല, ആളുകൾക്ക് താല്പര്യമില്ല. ബാക്കി എല്ലാം ഉണ്ട്. ഞാൻ നോക്കുന്നത് ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഞാൻ 2006 ഇതുപോലുള്ള കൂട്ടായ്മയിലൂടെ ആദ്യമായിട്ട് സംബന്ധിക്കുന്നത്. അന്ന് കണ്ട സമയത്ത് ഹോളും നിറയെ ആളുകളാണ്. വീട്ടിൽ പോകാൻ താല്പര്യമില്ല. എല്ലാവർക്കും ഒരുപോലെ ഒന്നിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ സന്തോഷിക്കുക വലിയ തീഷ്ണതയാണ്. പക്ഷെ ഇപ്പോഴോ സാഹചര്യങ്ങൾ മാറി. ഇന്ന് അനേക സാധ്യതകൾ മുമ്പിലുണ്ട്. അതുകൊണ്ട് അതിനൊക്കെ ആയിട്ട് സമയം വേർതിരിക്കുകയാണ്. ഈ ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു മരവിച്ച അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. നമ്മളോട് പറയുന്നത്, തന്നെ നിരവധിയായ ആവശ്യങ്ങളുണ്ടായിരുന്നിട്ടും അതെല്ലാം അവഗണിച്ചുകൊണ്ട് പൗലോസ് എന്ന് പറയുന്ന ദൈവദാസനെ ശുശ്രൂഷിക്കുവാൻ ഞാനിവിടെ ആവശ്യമാണെന്ന് ബോധ്യം വന്നപ്പോ തന്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് താൻ ഈ ദൈവദാസനെ ശുശ്രൂഷിക്കുവാനായിട്ട് അവിടെ നിൽക്കുകയാണ്. ഒരു വലിയ വെല്ലുവിളിയാണ് ഇദ്ദേഹം ഇന്ന് പകലിൽ എന്നോടും നിങ്ങളോടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തോട്, ക്രൈസ്തവ വിശ്വാസ ജീവിതത്തോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനേകരുടെ മനം കവരുന്നതിനായി മാറ്റപ്പെട്ട ഈ എപ്പഫ്രോദിത്തോസ് ഇന്ന് പകലിൽ എന്റെയും നിങ്ങളുടെയും മനം കവരുന്നവരാണ്, നമ്മെ വെല്ലുവിളിക്കുന്നവരാണ്. ഞാനും നിങ്ങളും മടങ്ങി വരുവാൻ ആവശ്യമുണ്ട്. പരാജയപ്പെട്ട സ്ഥാനത്തേക്ക് മടങ്ങി വന്നാൽ ആ സ്ഥാനപ്പെട്ട് നാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ഈ സമർപ്പണമായ എപ്പഫ്രോദിത്തോസിനെ പോലെ ആകുവാനായിട്ട് ആവശ്യമുണ്ട്. ഇനി അതിന്റെ രണ്ടാമത്തെ വിഷയം നാം വായിക്കുന്നത് 26-ാമത്തെ വാക്യം. അവൻ നിങ്ങളെ എല്ലാവരെയും കാണാൻ വാഞ്ചിച്ചു. താൻ ധീരമായി കിടന്നുവെന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചില്ല. അവൻ ധീരം പിടിച്ച് മരിക്കാനായിരുന്നു സത്യം എങ്കിലും ദൈവം അവരോട് കരുണ ചെയ്ത് 26-ാം വാക്യത്തിൽ നാം വായിച്ചത്, അവൻ നിങ്ങളെല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടക്കുന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചിരിക്കും. എപ്പഫ്രോദിത്തോസിന്റെ ഒരു മനസ്സ് അവിടെ പ്രകടമാണ്. എപ്പഫ്രോദിത്തോസ് സഹോദര സ്നേഹത്താൽ നിറഞ്ഞവനാണ് എന്നുള്ളതാണ് 26-ാം വാക്യം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. Epaphroditus was a perfect in the brotherly love. സഹോദര സ്നേഹത്താൽ നിറഞ്ഞ ഒരു മനുഷ്യൻ. 26-ാം വാക്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് ദൈവാത്മാവ് പൗലോസിനോട് ചൂണ്ടിക്കാണിക്കുന്നത്. തന്റെ സഹോദര സ്നേഹത്തിന്റെ അടയാളമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത് നമ്മൾ വായിച്ചത്, കൂട്ടു സഹോദരന്മാരെ കാണാൻ വാഞ്ചയുള്ളവൻ. കൂട്ടു സഹോദരന്മാരെ കാണാൻ വാഞ്ചയുള്ളവൻ. ഫിലിപ്പിനോട് പറയുകയാണ്, ഫിലിപ്പിനെ നിങ്ങളെ കാണാനായിട്ട് എപ്പഫ്രോദിത്തോസ് വല്ലാതെ വാഞ്ചിക്കുകയാണ്, വല്ലാതെ ആഗ്രഹിക്കുകയാണ്. കൂട്ടു സഹോദരന്മാരെ കാണാൻ വാഞ്ചു. ഇന്നത്തെ കാലഘട്ടം നാം മനസ്സിലാക്കുമ്പോൾ, ഇന്നത്തെ നമ്മുടെ സ്ഥിതി നാം മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ കൂട്ടു സഹോദരൻ ഒരാള് ഏത് ഒരു കവലയിൽ വെച്ച് അദ്ദേഹം അവിടെ നിൽക്കുന്നത് കണ്ടാൽ
അദ്ദേഹം കാണാതെ മറ്റൊരു വഴിയിലൂടെ മാറിപ്പോകുന്ന ഒരു കാലഘട്ടം. കൂട്ടു സഹോദരന്മാരെ കാണാൻ ആഗ്രഹമില്ലാത്ത ആത്മീക ശുശ്രൂഷകൾക്ക് ആളുകളുടെ എണ്ണം കുറയുന്നതിന്റെ കാര്യമുണ്ട്. പണ്ടൊക്കെ വന്ന് കാണുമ്പോൾ ഓടി കൈകൊടുത്ത് കെട്ടിപ്പിടിച്ച് അനുഭവിക്കുന്ന ഒരു ആത്മീക സാഹോദര്യ സ്നേഹത്തിന്റെ വലിയ ഒരു അനുഗ്രഹീതമായ ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് കണ്ടാൽ കൂട്ടിയിടിച്ച് മിണ്ടാൻ കഴിയില്ല, തമ്മിൽ കണ്ട സംസാരിക്കാൻ കഴിയില്ല, മുഖത്ത് നോക്കാൻ കഴിയില്ല. പല സാഹചര്യത്തിലും ഞാൻ അനുഭവിക്കുന്ന ആളാ. അടുത്ത് വന്നാൽ മുഖം മാറ്റിക്കളയുന്ന ആളുകൾ, മുഖത്തേക്ക് നോക്കാൻ കഴിയില്ല. പലമായ വിഷയങ്ങൾ കൊണ്ട് ഇതൊന്നും വാസ്തവത്തിൽ ഒരു കാരണമായി തീരുവാൻ പാടില്ല. പക്ഷെ എപ്പപ്രാദിത്തോസ് പറയുകയാണ്, തന്റെ സഹോദരന്മാരെ കാണുവാനുള്ള അതിയായ വാഞ്ഛ ഈ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട്. എനിക്ക് നിങ്ങൾക്ക് ഈ നാളുകളിൽ നമ്മുടെ കൂട്ടു സഹോദരന്മാരെ കാണുവാനുള്ള വാഞ്ഛ. ആരെങ്കിലും പ്രയാസപ്പെട്ട് കിടക്കുന്നു എന്ന് കേൾക്കുമ്പോ അവനത് മരണം അവന്റെ കയ്യിലിരിപ്പ് കൊണ്ട എന്ന് പറയുന്നവരാണ് ഞാനും നിങ്ങളും. ഞാനുണ്ട് കൂടെ, ഞാനും നിങ്ങളും. പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കുക, ഇവിടെ എപ്പപ്രാദിത്തോസ് നമ്മുടെ മനം കവരുകയാണ്. നമ്മോട് പറയുകയാണ്, ഒരു ചലഞ്ചായി നമ്മുടെ മുമ്പിട്ടിരിക്കുക. എന്നാണ് നമ്മൾ വായിച്ചത്, താൻ ദീനമായി കിടക്കുന്നു എന്ന് സഹോദരന്മാർ കേട്ടത് കൊണ്ട് ആ കേട്ട കാര്യത്തെ ഓർത്ത് താൻ വല്ലാതെ ഭാരപ്പെടുകയാണ്. എന്തൊരു അസാധാരണമായ ഒരു കാര്യമല്ലേ. നമ്മളെല്ലാവരും ഇപ്പോൾ വിചാരിക്കുന്നത് ഞാൻ ദീനമായി ചുമ വന്നാലും നമ്മൾ വിചാരിക്കുന്നില്ല എല്ലാവരും എനിക്ക് വന്ന ചുമയും പനിയെ കുറിച്ചും അറിയണമെന്ന്, അല്ലേ? അറിഞ്ഞില്ലെങ്കിലോ? അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ലേ? പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഇദ്ദേഹം ദീനമായി കിടക്കുന്നു, ഇദ്ദേഹം വല്ലാതെ രോഗത്താൽ ഭാരപ്പെടുന്നു എന്നുള്ള വാർത്ത ആര് കേട്ടു? ഫിലിപ്പിയിലെ സഭ കേട്ടു. അപ്പോൾ ഈ വാർത്ത ഫിലിപ്പിയിലെ സഭ കേട്ടപ്പോൾ ആ തന്റെ രോഗത്തെക്കാൾ അപ്പുറമായി ഫിലിപ്പരുടെ മനോവസനത്തിന് കാരണമായി എന്നുള്ള വാർത്ത ഇദ്ദേഹത്തെ തന്റെ രോഗത്തെക്കാൾ വല്ലാതെ വിഷമിപ്പിക്കുക. എന്റെ ദുഃഖത്തിന്റെ സാഹചര്യം എന്റെ കൂട്ടു സഹോദരന്മാരുടെ ഉള്ളിൽ വല്ലാത്ത ഭാരത്തിന് കാരണമാക്കിയല്ലോ. അസാധാരണമായ ഒരു മനുഷ്യൻ. ഇതുപോലെ ചിന്തിക്കുവാൻ കഴിയുന്ന ആർക്കാണ് സാധിക്കുന്നത്? ഇതുപോലെ എന്റെ കൂട്ടു സഹോദരന്മാരെ കുറിച്ച് ആവർത്തപ്പെടുവാൻ ആർക്കാണ് ഇതുപോലെ കഴിയുന്നത്? പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങൾക്കും ഇത് കഴിയേണ്ട ആവശ്യമാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ മറ്റൊരു വ്യക്തി അറിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ ഭാരമാകുമോ എന്ന ചിന്തയാണ് എന്നെ നിങ്ങളെ ഭരിക്കുവാൻ ആവശ്യമുള്ളത്. എപ്പപ്രാദിത്തോസിനോട് അതിശക്തമായ നിലയിൽ ചോദിക്കുന്നത്, ഞാനും നിങ്ങളും ഈ ഒരു മനോഭാവത്തിലേക്ക് ഉയർന്നു വരുവാൻ ആവശ്യമുണ്ട്. അതിന്റെ മൂന്നാമത്തെ കാര്യം 27-ാമത്തെ വാക്യമാണ്. അവൻ ദീനം പിടിച്ച് മരിക്കാനായിരുന്നു സത്യം, എങ്കിലും ദൈവം അവരോട് കരുണ ചെയ്തു. അവരോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കുവാൻ എന്നോടും കരുണ ചെയ്തു. വായിക്കുന്നത് എപ്പപ്രാദിത്തോസ് തന്റെ ഉത്തരവാദിത്വങ്ങളിൽ പൂർണ്ണ സമർപ്പണമുള്ളവനെന്നുള്ളതാണ്. എപ്പപ്രാദിത്തോസ് ഡെഡിക്കേഷൻ ഫോർ ഹിസ് ഡ്യൂട്ടീസ്. അദ്ദേഹത്തിന്റെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ട ശുശ്രൂഷയോട് അദ്ദേഹത്തിന് പൂർണ്ണമായ ഒരു സമർപ്പണം ഉണ്ടായിരുന്നു. എന്താണ്? ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളം ആയി പോകുവാൻ താൻ ഇടയായി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പൗലോസിനെ ശുശ്രൂഷിച്ചുകൊണ്ട് വീട്ടുതടങ്കൽ അനുഭവത്തിൽ കിടന്നപ്പോ താൻ ശാരീരികമായി വല്ലാത്ത ഒരു മാരകമായ രോഗത്തിന് അടിമപ്പെട്ടപ്പോ ഈ കർത്താവിന്റെ വേല നിമിത്തമാണ് ഇത് എന്നുള്ളത് താൻ മനസ്സിലാക്കുകയും അതിന് താൻ വിധേയപ്പെടുവാൻ ഇടയാകുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ രോഗം താൻ ആ പ്രതിസന്ധി വന്നപ്പോൾ അയ്യോ ഇങ്ങനെയൊരു സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഓടുകയായിരുന്നില്ല. മറിച്ച് ഈ ദൈവദാസനെ ശുശ്രൂഷിച്ചുകൊണ്ട് തന്റെ ഭരമേൽപ്പിക്കപ്പെട്ട കർത്തവ്യം, കടമ, ഉത്തരവാദിത്വം എന്ത് തന്നെയായാലും സാഹചര്യങ്ങൾ അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ ഞാൻ അതിനുവേണ്ടി നിൽക്കുമെന്നുള്ള അതിശക്തമായ ഒരു തീരുമാനം, എനിക്ക് നിങ്ങൾക്കും ആവശ്യമുള്ള ഒരു തീരുമാനം. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് വ്യക്തമാക്കിയിട്ട് നന്നായി കൊണ്ടുപോയിട്ട് ആത്മീയ കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്.
പ്രിയമുള്ളവരെ, എന്നെ ദൈവം പഠിപ്പിച്ചൊരു ശക്തമായ ഒരു പാഠം ജീവിതത്തിൽ ഇന്നും പ്രാവർത്തികമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ വ്യക്തിപരമായ ആവശ്യമോ കുടുംബത്തിന്റെ കാര്യങ്ങളോ നിവർത്തിക്കപ്പെട്ടില്ലെങ്കിലും എന്നെ ഏൽപ്പിച്ച കർത്താവ് ഏൽപ്പിച്ച ഈ വലിയ ശുശ്രൂഷ ആവോളം ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഞാൻ ദൈവത്തിന്റെ മഹാകൃപയാൽ നോർത്ത് ഇന്ത്യൻ പ്രവർത്തനത്തിന് എനിക്ക് തോന്നുന്നു ഇടുക്കിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് ഞാൻ തന്നെ. ഈ കഴിഞ്ഞ മാസവും ഒരു മാസം മലേഷ്യയിൽ പോകാൻ കർത്താവ് 2006 മുതൽ ഏതാണ്ട് 10-25 സംസ്ഥാനങ്ങൾ 10-25-ലധികം ജില്ലകളിലൂടെ വിവിധ സംസ്ഥാന ജില്ലകളിലൂടെ അതിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെ കർത്താവിൻ്റെ വേലയുമായി പോകുവാനുണ്ട്. എന്താ കാരണം ചോദിച്ചാൽ, നിങ്ങളെ പലരും അറിയുന്ന പോലെ ഞാനൊരു 2 വയസ്സുള്ള പ്രായമുള്ളപ്പോൾ പോളിയോ ബാധിച്ച് ശരീരം മുഴുവൻ തളർന്നു പോയാണ്. അന്ന് റോമൻ കത്തോലിക്ക പശ്ചാത്തലത്തിലായിരുന്നുവെങ്കിലും വീട്ടുകാരനെ കുറിച്ച് പറഞ്ഞത് ഇവനെ ഒരു പുരോഹിതനാക്കാൻ ദൈവ ശുശ്രൂഷയ്ക്ക് വിടാമെന്നത്. എന്നാൽ കർത്താവിന്റെ കൃപയാൽ ഈ സുവിശേഷത്തിലേക്ക് വരുവാനിടയായപ്പോൾ ഒരു യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി. എന്റെ കാലുകൾക്ക് ബലം നൽകി, എന്റെ ശരീരത്തിന് ആരോഗ്യം നൽകി, എനിക്ക് ദൈവം ശക്തി നൽകിയിരിക്കുന്നത് ഈ കർത്താവിന് വേണ്ടി അനേക സ്ഥലങ്ങളിൽ ഓടുവാൻ വേണ്ടി. കഴിഞ്ഞ ഒരു മാസത്തെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 322 ഗ്രാമങ്ങളിലൂടെ സുവിശേഷ സന്ദേശമായി കടന്നു പോകുവാനിടയായി. പല സന്ദർഭങ്ങളിൽ സുവിശേഷ വിരോധികൾ വാഹനങ്ങൾ പറയുന്നു. അവിടെ എല്ലാം ദൈവത്തിന്റെ കൃപയുണ്ടായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു മരണത്തോടെ ഞാൻ അവിടെ നിരവധി ശുശ്രൂഷകൾ ചെയ്താൽ ഇടയായപ്പോൾ ആദ്യമായി അവിടെ സഹോദരന്മാരെ കൂട്ടിവരുത്തിയപ്പോൾ അവരുടെ വളരെ ഭയമുള്ള ആളുകളാണ്. എന്ന് പറഞ്ഞാൽ അവിടെ പോയാൽ പ്രശ്നം, ഇവിടെ പോയാൽ പ്രശ്നം, നമുക്ക് അത് ഓപ്പണായിട്ട് ചെയ്യത്തില്ല, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ പറയും. അന്ന് ഞാൻ ചെയ്ത അവരോട് പറഞ്ഞൊരു കാര്യം, നമ്മൾ സുവിശേഷ നിമിത്തം മരിക്കേണ്ടി വന്നാൽ അതിന് തയ്യാറുള്ളവരായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് എപ്പഫ്രാദിത്തോസ് എന്നെ വല്ലാതെ ചലഞ്ച് ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹം ഇവിടെ പറയുകയാണ്, മരണത്തോളം ആയിപ്പോയി കണ്ട് ഞാൻ പറയുകയാണ്, എന്റെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ വിശ്വസ്തയോടെ നിവർത്തിച്ചുകൊണ്ട്. പൗലോസ് തന്നെ നിർബന്ധിച്ചയക്കുന്നത് കൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഫിലിപ്പിലേക്ക് മടങ്ങുന്നത്. ഇല്ലെങ്കിൽ താൻ അവിടെ മരിച്ച് അവൻ പട്ടണയായി തീർന്നാലും ഈ ദൗത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ മനസ്സുള്ളവരായിരുന്നു. പ്രിയമുള്ളവരെ, ഈ കാലത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം, നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെല്ലാം മാറ്റിവെക്കുക, നമ്മുടെ കർത്താവിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന്റെ രണാങ്കണത്തിൽ പോരാടാൻ നിശ്ചയമായി കർത്താവ് പറഞ്ഞതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി കരുതിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 4-ാമത്തെ കാര്യം 28-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിക്കുവാനും എനിക്ക് ദുഃഖം കുറയുവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അവിടെ പൗലോസ് ഫിലിപ്പിനോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ദുഃഖം കുറയണം, എൻ്റെ ദുഃഖം കുറയണം, അതുകൊണ്ട് ഞാൻ അവനെ വളരെ ജാഗ്രതയോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് അയക്കുകയാണ്. അങ്ങനെ അയക്കുമ്പോൾ എങ്ങനെയാണ് തന്നെ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവിടെ ഞാൻ പിന്നീട് പരാമർശിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് നമുക്ക് കാണുമ്പോൾ എപ്പഫ്രാദിത്തോസ് സഹോദരവർഗത്തിന്റെ സന്തോഷത്തിന് കാരണമാണ് എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Epaphroditus was the man of bringing the joy to the heart of the brethren. എപ്പഫ്രാദിത്തോസ് കൂട്ടു സഹോദരന്മാരുടെ ഹൃദയത്തിൽ സന്തോഷം ഉളവാക്കുന്നവൻ. ഇവിടെ 2 കാര്യമാണ് പറയുന്നത്. ഒന്ന്, ഫിലിപ്പരുടെ സന്തോഷത്തിന് കാരണം. 2, പൗലോസിന്റെ സന്തോഷത്തിന് കാരണം. ഇവിടെയുള്ളവരെ, എപ്പഫ്രാദിത്തോസ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം എവിടെയുണ്ടോ അവിടെ എന്നെ സന്തോഷമുണ്ട്. അദ്ദേഹത്തോട് ചേർന്നതിന്റെ ആളുകളെല്ലാം സന്തോഷവാന്മാരാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ വളരെ പരാജയപ്പെട്ട ആളുകൾ. ഞാൻ വളരെ പരാജയപ്പെട്ട ആളുകൾ. നമ്മളെ കാണുന്ന ആളുകളുടെ മുഖം കാണുമെങ്കിൽ, അവരുടെ മുഖത്തിന് വാട്ടമുണ്ടാകുമെങ്കിൽ ഞാൻ പരാജയപ്പെട്ടവരാണ്. നമ്മോട് ഒരാൾക്ക് മിണ്ടുവാൻ മനസ്സില്ലെങ്കിൽ നാം പരാജയപ്പെട്ട ആളുകളാണ്. ഇവരോട് മനസ്സിലാക്കണം, എപ്പഫ്രാദിത്തോസ് അനേകരുടെ സന്തോഷത്തിന് കാരണമായി തീർന്ന ഒരു മനുഷ്യനാണെന്ന് തിരുവചനം സാക്ഷീകരിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായിട്ട് രേഖപ്പെടുത്തുമ്പോൾ ഞാനും നിങ്ങളും അനേകരെ സന്തോഷിപ്പിക്കുന്നവരാകണം എന്നുള്ളതാണ്. ഇത് നമ്മോട് ദൈവാത്മാവ് സംസാരിക്കുന്ന കാര്യമാണ്. നാം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവരാണ്. മറിച്ചോ എന്നോ നമ്മളെ കാണുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ
അനേകരുടെ ആ ചിരിച്ചുകൊണ്ടിരുന്ന മുഖം പെട്ടെന്ന് വാടുകയാണ്, ചിരിമായുകയാണ്. ആ സാഹചര്യത്തിന് മാറ്റം ഉണ്ടാകുവാനായിട്ട് ആവശ്യമുണ്ട്. സത്യം പറഞ്ഞതുകൊണ്ട് ആരുടെയെങ്കിലും ചിരിമായില്ലെങ്കിൽ അത് നാം മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് മറ്റൊരു കാരണവും അതിന് ഇടയായി തീരുവാൻ പാടില്ല എന്ന്. ഇവിടെ പൗലോസ് പറയുകയാണ്, ഫിലിപ്പിലെ നിങ്ങളുടെ സന്തോഷത്തിന്റെ കാരണം. ഒരു സഭയിൽ ഐക്യപ്പെട്ട ദൈവദാസനെ കുറിച്ച് ആ സഭയ്ക്ക് എത്രമാത്രം സന്തോഷം ഉണ്ട് എന്നുള്ളതാണ് ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തുന്നത്. അതിന്റെ 5-ാമത്തെ കാര്യം 29-ാമത്തെ വാക്യം. അവരെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുകയും ഇങ്ങനെയുള്ളവരെ ബഹുമാനിക്കുകയും. എപ്പഫ്രോദിത്തോസ് എല്ലാവരാലും മാനിക്കപ്പെടുവാൻ യോഗ്യൻ എന്നുള്ളതാണ് പൗലോസ് രേഖപ്പെടുന്നത്. എപ്പഫ്രോദിത്തോസ് എല്ലാവരാലും മാനിക്കപ്പെടുവാൻ യോഗ്യൻ. Epaphroditus was the man who had to respect by all. എല്ലാ സഹോദരന്മാരാലും മാനിക്കപ്പെടുവാനായിട്ട് യോഗ്യനായിരിക്കുന്ന മനുഷ്യൻ. 2 കാരണങ്ങൾ അവിടെ ചൂണ്ടിക്കാണിക്കുക. എങ്ങനെയാണ് മാനിക്കപ്പെടുന്നത്? ഒന്ന്, പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളേണ്ടവനാണ് എന്നാണ് പറയുന്നത്. അവനെ പൂർണ്ണ സന്തോഷത്തോടെ ഫിലിപ്പിയിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ഫിലിപ്പിനോട് പറയാണ്, നിങ്ങൾ അവരെ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവാനായിട്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ ദൈവദാസൻ നിങ്ങൾ അയച്ച എപ്പഫ്രോദിത്തോസ് എന്ന് പറയുന്ന താനൊരു സുവിശേഷകനായിരുന്നില്ല, ഒരു ഇടയനായിരുന്നില്ല, താനൊരു ടീക്കനായിരുന്നില്ല, ഒരു സാധാരണ വിശ്വാസി, ഒരു സാധാരണ ക്രിസ്തു ഭക്തൻ എന്നല്ലാതെ അപ്പുറമായ ഒരാളായിരുന്നില്ല. അപ്പൊ അദ്ദേഹം ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ പൗലോസ് പറഞ്ഞു വിടുകയാണ്, ഇവിടെ പൂർണ്ണ സന്തോഷത്തോടെ നിങ്ങൾ കൈക്കൊള്ളണം എന്നുള്ളവരെ. വളരെ ഉന്നതമായ ഒരു നിലവാരം ഇദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ വാക്ക് നമ്മെ സൂചിപ്പിക്കുന്നത്. 2ാമത്തെ കാര്യം നമ്മൾ പറയുകയാണ്, എല്ലാവരാലും ബഹുമാനത്തിന് യോഗ്യനാണ് ഈ മനുഷ്യൻ. എല്ലാവരാലും ബഹുമാനത്തിന് യോഗ്യൻ. അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. പൗലോസിനോടുകൂടി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പൗലോസിന് പറയുവാൻ സാധിക്കുന്നത്, ഇവനെ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുക, ഇവരെ എല്ലാവരും ബഹുമാനിക്കുക എന്നല്ലാതെ മറിച്ച് ഒരു കാര്യം ഈ മനുഷ്യനെ കുറിച്ച് ഈ ഫിലിപ്പിയ സഭയോട് പറയുവാനായിട്ട് തനിക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാവരും ബഹുമാനിക്കപ്പെടുവാൻ യോഗ്യനായിരിക്കുന്ന മനുഷ്യൻ. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 6ാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 30-ാമത്തെ വാക്യം. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർക്കുന്നവരല്ലോ അവൻ. തന്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിനെ വേല നിർത്തം മരണത്തോളം ആയിപ്പോയി. മറ്റുള്ളവരുടെ ശുശ്രൂഷകളുടെ കുറവ് തീർക്കുന്നവനായിരുന്നു എന്നുള്ളതാണ് 30-ാമത്തെ വാക്യം. എപ്പഫ്രോദിത്തോസ് മറ്റുള്ളവരുടെ ശുശ്രൂഷയുടെ കുറവ് തീർക്കുന്നവനാണ്. എപ്പഫ്രോദിത്തോസ് was one of one who is accomplishing the others ministry. അദ്ദേഹം മറ്റുള്ളവരുടെ ശുശ്രൂഷകളുടെ പോരായ്മകളെ നികത്തുന്നവൻ. പ്രിയമുള്ളവരെ, ഇവിടെ ഫിലിപ്പിനോട് പറയുകയാണ്, നിങ്ങളാണ് വാസ്തവത്തിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടത്, അന്ന് നിങ്ങൾ കടപ്പെട്ടവരാണ്. പക്ഷെ അവരോട് പറയുകയാണ്, ആ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടുന്ന ശുശ്രൂഷയുടെ കുറവ് ഇപ്പോൾ ഈ മനുഷ്യൻ നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, നമ്മുടെ ശുശ്രൂഷ പോലും നമുക്ക് തികയ്ക്കാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ വേറൊരാളുടെ കൂടെ ഏറ്റെടുത്ത് ചെയ്യും? ശരിയല്ലേ? നമ്മുടെ പോലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കണം, ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്, എപ്പഫ്രോദിത്തോസ് ഫിലിപ്പിയരുടെ അവർ ചെയ്യേണ്ടുന്ന ശുശ്രൂഷകളുടെ കുറവ് കൂടി താനിപ്പോൾ അത് നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നാം എത്രമാത്രം ശുശ്രൂഷകളിൽ സമർപ്പണപരമായി തീരുവാനായിട്ട് ആവശ്യമാണ്. നാം മറ്റുള്ളവരുടെ ആ കുറവുകൾ നികത്തുന്നതിന് തയ്യാറുള്ളവരായി തീരുവാൻ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ ശുശ്രൂഷകളുടെ പോരായ്മ അല്ലെങ്കിൽ കുറവുകൾ, അവരെ അർത്ഥങ്ങൾ നാം നിവർത്തിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത്, അത് നോക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടുകൊണ്ട് അതിനെ വിചാരണ ചെയ്യുന്നവരായിട്ട്, അതിനെ കുറ്റം പറയുന്നവരായിട്ട്, അതിന് എനിക്കൊരു പങ്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകി മാറി നിൽക്കുന്നവരായിട്ട് തിരികെ,
അങ്ങനെ സംഭവിക്കുവാൻ പാടില്ല. നമ്മുടെ ഒരു കുട്ടി സഹോദരൻ നമ്മുടെ സ്ഥലം സഭയിൽ സാധാരണ രീതിയിൽ ആ സഭയിലെ ഹോളൊക്കെ അടിച്ച് വൃത്തിയാക്കി പായിടങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, ഏതെങ്കിലും ഒരു കാരണത്താൽ അദ്ദേഹത്തിന് വരുവാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കി കസേരയിലിരിക്കുന്ന ആളുകളായി തീരാതെ മറിച്ച് ചെന്ന് കഴിയുമ്പോൾ മറ്റൊന്നും നോക്കാതെ ആര് തന്നെയായാലും ആ ചൂടെടുത്ത് അല്ലെങ്കിൽ അവിടെ വൃത്തിയാക്കി പായിടുന്ന ആ ശുശ്രൂഷയിലേക്ക് വരുവാൻ ഇടയാകട്ടെ. പലപ്പോഴും ഞാൻ വലിയ ആളാണെന്നോ ഞാൻ എന്തോ സംഭവമാണെന്നോ ഞാൻ എന്തോ വലിയതാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യും എന്ന് തീരുമാനമെടുത്ത ആളുകളാണ് പലപ്പോഴും. ആ സ്വഭാവത്തിന് മാറ്റം വരണം. നമ്മുടെ ഏൽപ്പിക്കപ്പെടാത്ത ശുശ്രൂഷകളാണെങ്കിലും നമ്മുടെ ഒരു കൂട്ടു സഹോദരന്റെ അപര്യാപ്തതയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ സാധ്യതയില്ലാത്ത സമയത്ത് നാം അതിന് മുൻപന്തിയിൽ നിൽക്കണമെന്നുള്ള സന്ദേശമാണ് എപ്പഫ്രാദിത്തോസ് ഇവിടെ നമുക്ക് നൽകുന്നത്. അതാവുമ്പോൾ നമ്മെ സഹായിക്കുന്ന നാം എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് ആറാമതായി കണ്ട കാര്യമാണ് എപ്പഫ്രാദിത്തോസ് മറ്റുള്ളവരുടെ ശുശ്രൂഷകളിലെ കുറവ് തീർക്കുന്നവൻ ആയിരിക്കും. ഇനി ഒരു വേദഭാഗം കൂടി ഇദ്ദേഹത്തെ കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം അതുകൂടി നമുക്ക് വായിക്കാം. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായിരിക്കുന്നു നിങ്ങൾ അയച്ചു തന്ന സൗരഭ്യവാസനയായ ദൈവത്തിന്റെ പ്രസാദവും സുഗ്രാഹികളുടെ യാഗമായി എപ്പഫ്രാദിത്തോസിന്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കും. വായിക്കുന്നത് എപ്പഫ്രാദിത്തോസ് തന്റെ കടമയിൽ പൂർണ്ണ വിശ്വസ്തതയുള്ളവൻ എന്നുള്ളതാണ്. Epaphraditoos was the one who is faithful in his duties. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളിൽ അദ്ദേഹത്തിന്റെ കടമകളിൽ വിശ്വസ്തതയുള്ളവൻ. ഇവിടെ ഈ ഫിലിപ്പിയിലെ സഭ സാമ്പത്തികമായ ഒരു കൂട്ടായ്മ പൗലോസിന് കൊടുക്കുവാനായിട്ട് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുത്തയക്കുമ്പോൾ പൗലോസ് പറയാണ്, But I have received everything in full. ഞാൻ എല്ലാം സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി തന്നത് മുഴുവനും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഇതാണ് പൗലോസ് പറയുന്നത്, ഞാൻ എല്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എപ്പഫ്രാദിത്തോസിന്റെ വിശ്വസ്തതയുടെ കരം അവിടെ കാണാൻ സാധിക്കും. എപ്പഫ്രാദിത്തോസിന്റെ കയ്യിൽ ഫിലിപ്പിയ സഭ എടുത്തു കൊടുത്തു വിട്ടത് നമ്മുടെ ഭാഷയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു 10,000 രൂപയുടെ സാമ്പത്തിക കൂട്ടായ്മയാണെന്നിരിക്കട്ടെ, ഇത് മുഴുവനായും കൊണ്ട് പൗലോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ കരങ്ങളിലേക്ക് ഈ ദൈവദാസൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്റെ വള്ളക്കൂലിയും അല്ലെങ്കിൽ തന്നെ ചിലവുകളൊന്നും എടുത്തിട്ട് കൊടുത്തു എന്നല്ല രേഖപ്പെടുത്തുന്നത്. മറിച്ച് എന്താണോ സമനെ ഫലമേൽപ്പിച്ചത് അത് മുഴുവനായി കൊടുത്തു എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമുള്ള ഗൗരവമുള്ള ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ അടുത്ത നാള് എന്നെ ദൈവം ശക്തമായി പഠിപ്പിച്ചൊരു പാഠമുണ്ട്. ഒരു പ്രത്യേക ആവശ്യത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംഭവം എനിക്ക് ആ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഒരു 10,000 രൂപ അയച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം 2,000 രൂപ എൻ്റെ കയ്യിൽ ബാക്കി വന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് മെസ്സേജ് ഇട്ടു, വാട്സപ്പിൽ മെസ്സേജ് കൊടുത്തു, ഇതെല്ലാം ചെയ്തിട്ട് ഇത്ര രൂപ 2,000 രൂപ ബാക്കി വന്നു. അപ്പം എന്നോട് അദ്ദേഹം ഒരു വായിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ 2,000 രൂപ ഇന്ന സഹോദരന് കൊടുത്തേക്കെന്ന് പറഞ്ഞു. ഇതൊരു രാത്രി നടക്കുന്ന സംഭവം. അദ്ദേഹം എന്നോട് ഇത് കൊടുത്തേക്കെന്ന് പറയുമ്പോൾ രാത്രി 11:30-ക്കാണ് ഇത് സംഭവിക്കുന്നത്. ഈ മെസ്സേജ് എനിക്ക് വരുന്നത്, ഇന്ന ആൾക്ക് കൊടുത്തേക്ക്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു രാത്രി 11:30-ക്ക് എന്നിട്ട് ഇനിയിപ്പോൾ ഇത് കൊടുക്കേണ്ട കാര്യമില്ല, നാളെ കാണുമ്പോൾ കൊടുക്കാം, അല്ലെങ്കിൽ പിന്നീട് കാണുന്ന സമയത്ത് കൊടുക്കാം. കൊടുക്കാൻ പറഞ്ഞാൽ മതി, തന്നത് ഈ കാര്യത്തിന് വേണ്ടി അല്ല, വേറൊരു കാര്യത്തിനാണ് അത് ചെയ്തതിന് ശേഷം ബാക്കി വന്നത്. പക്ഷെ എനിക്കവിടെ ഇരിക്കുവാനായിട്ട് സാധിച്ചു. ദൈവത്തിന്റെ ആത്മാവ് അത് ശക്തമായി എന്നോട് സമ്പാദിച്ചു കൊണ്ടിരുന്നു. പാടില്ല പാടില്ല, രാത്രി 11:30 അത് വിഷയമില്ല, നീ പോണം, കൊടുക്കണം. അവസാനം ഞാൻ വീട്ടിൽ നിന്ന് അത് പറഞ്ഞിട്ട് ആ പൈസ കൊടുക്കുവാനായിട്ട് ഇറങ്ങുമ്പോൾ വീട്ടിൽ അവരും ചോദിച്ചു എന്തിനാ ഇപ്പൊ പോകുന്നത്, പക്ഷെ പോയേ പറ്റൂ. ഞാൻ പറഞ്ഞു വന്നത് 12 മണി കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ വീടിന്റെ കഥകിന് മുട്ടുമ്പോൾ വാതിൽ തുറന്നു. എന്താണ് എന്ന് ചോദിച്ചു, എന്താ സോദരായി എന്ന് ചോദിച്ചപ്പോൾ കയറിയിരിക്കാൻ സമയമില്ല, ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ അവരുടെ കരങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ട് കൊടുത്തു. അവരുടെ കണ്ണിൽ നിന്ന് കൊടുക്കുക കണ്ണ് നീര് വീഴുക. എന്താ കാരണം എന്നറിയാമോ? അവര് വൈകുന്നേരം 5 മണി കഴിഞ്ഞപ്പോൾ തൊട്ട് മുട്ടും വേദിക്കാൻ തുടങ്ങിയത്.
പിറ്റേ ദിവസം അവർക്ക് ആശുപത്രിയിൽ പോകണം. ആശുപത്രിയിൽ പോകണമെങ്കിൽ ഏതാണ്ട് 5000 രൂപ അവർക്ക് ആവശ്യമുണ്ട്. 3000 രൂപയോ കയ്യിലുള്ളൂ, 2000 രൂപയുടെ കുറവുണ്ട്. ആ 2000 രൂപ എന്റെ കയ്യിലാ ദൈവം തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് രാവിലെ അല്ലെങ്കിൽ 5 മണിക്ക് ആശുപത്രിയിൽ പോകേണ്ട ആളല്ല. ഞാൻ വിചാരിക്കുകയാണ് അടുത്ത ആഴ്ച കാണുമ്പോൾ, പിന്നീട് കാണുമ്പോൾ, അല്ലെ മറ്റൊരു ദിവസം കൊണ്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചപ്പോ ദൈവത്തിന്റെ ആത്മാവനോട് പറയാണ്, പോലെ ഇപ്പോൾ തന്നെ ചെയ്യണം. എന്റെ പ്രിയമുള്ളവരെ, അവിടെ ദൈവമക്കൾ മുട്ടുമ്പോൾ നിന്ന് കണ്ണുനീര് പൊഴിക്കുമ്പോ ആ പണം ദൈവം എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ അതുമായി സുഖമായി കിടന്നു ശ്രമിച്ചാൽ എങ്ങനെ ശരിയാകും? അന്ന് ദൈവം എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. ദൈവം ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മളെ ഏൽപ്പിക്കുന്നത് അത് നാം കൃത്യതയോടെ വിശ്വസ്തയോടെ നാം ചെയ്യുവാനായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇല്ല എങ്കിൽ അവിടെ ദൈവത്തിൽ വീഴുന്ന ചില കണ്ണുനീരുണ്ട്. അതിൽ നിന്ന് കണക്ക് പറയേണ്ടവരായിട്ട് വരും. ഇവിടെ എപ്പഫ്രാദിത്തോസ് ഫിലിപ്പിയ സഭ കൊടുത്തു വിട്ടത് മുഴുവനും ദൈവദാസനായ പൗലോസിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവെന്ന് പകലിൽ നമ്മോട് നടത്തുന്ന ചലഞ്ച് എന്ന് പറയുന്നത്, ഇന്ന് അനേക ആളുകൾ ചിലർക്ക് കൊടുക്കുവാൻ ചിലരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നതിന്റെ പകുതിയോ അല്ലെങ്കിൽ 10 മാത്രം കൊടുത്തിട്ട് ബാക്കി കീശയിൽ വെക്കുന്ന ആളല്ല. മറന്നു പോകരുത്. ദൈവം ചിലരുടെ കണ്ണുനീരിന്റെ ആവശ്യങ്ങളുടെ മറുപടി ആയിരിക്കും ദൈവം ചിലപ്പോൾ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ആ വിശ്വസ്തയോടെ ചെയ്തില്ല എങ്കിൽ കണക്ക് പറയാതെ പോകില്ല. നൽകുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഫിലിപ്പിയിലെ സഭ പൗലോസിന്റെ കൊടുക്കുവാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ മുഴുവനായും കൊടുത്തിട്ട് തന്റെ കടമയിൽ വിശ്വസ്തതയുള്ളവനായി ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. ഈ എപ്പഫ്രാദിത്തോസ് എന്ന് പറയുന്ന മനുഷ്യൻ അസാധാരണമായ സ്വഭാവമുള്ളവനായിരുന്നു. ഈ കർത്താവിലേക്ക് വന്ന മനുഷ്യൻ അഫ്രോഡിറ്റിന് സമർപ്പിക്കപ്പെട്ടവനല്ല, അറ്റത്തോടുകയാണ് മനുഷ്യൻ ക്രിസ്തുവിലായപ്പോൾ ഒരു സമൂലമായ പരിവർത്തനത്തിനുടമയായി. അവന്റെ പേര് മനം കവരുന്നവനായിരുന്നു എങ്കിൽ അവന്റെ സ്വഭാവം കൊണ്ട് അനേകരുടെ മനം കവരുന്നവനായി മാറി. ആ മനം കവരുന്ന ശുശ്രൂഷ അദ്ദേഹത്തിൽ നിന്നും നടത്തിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നാം ഏതാനും ചില കാര്യങ്ങൾ ദൈവദാസനെ കുറിച്ച് ചിന്തിക്കുവാനിടയായി. എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ആ താഴ്ചയുടെ മഹത്വത്തെ കുറിച്ച് വിവരിക്കുന്ന വേദഭാഗത്തോട് ചേർത്ത് ഉദാഹരണമായിട്ട് ദൈവാത്മാവ് ഇദ്ദേഹത്തെ രേഖപ്പെടുത്തിയത്? അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ താഴ്ചയുള്ള, ഇതുപോലെ വിധേയത്വമുള്ള, ഇതേപോലെ കീഴടങ്ങുവാൻ മനസ്സുള്ള, ശുശ്രൂഷയ്ക്ക് തയ്യാറുള്ള ഒരു മനുഷ്യനെ, അസാധാരണമായ ഒരു മനുഷ്യനെ കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ദൈവാത്മാവ് കുറിച്ച് വെച്ചപ്പോൾ ഈ ദൈവദാസന്റെ പേര് കൂടി ചേർത്താണ് വെച്ചത്. കർത്താവ് സഹായിക്കട്ടെ. എപ്പഫ്രാദിത്തോസിനോടുള്ള അദ്ദേഹത്തെ കുറിച്ചുള്ള പഠനം എന്റെയും നിങ്ങളുടെയും ആത്മീക ജീവിതത്തിന് വലിയ ഒരു വെല്ലുവിളി ഉയർത്തട്ടെ. അദ്ദേഹത്തിന്റെ മാതൃക പിൻപറ്റുവാൻ ഇടയായി തീരട്ടെ. പേരുകൊണ്ടല്ല, മറിച്ച് സ്വഭാവം കൊണ്ട് അനേകരുടെ മനംകവരുന്നവരായി തീരുമാൻ ദൈവാത്മാവ് എന്റെയും നിങ്ങളെയും സജ്ജമാക്കട്ടെ, ശക്തമാക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെയൊരു സന്ദർഭം അനുവദിച്ച് നൽകിയ വൈഎഫിനോടുള്ള അഗാധമായ നന്ദിയും സ്നേഹവും അറിയിച്ചു. എന്നെ വളരെ ശ്രദ്ധയോടെ ശ്രമിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.